തൃശൂർ പൂരത്തിന് പടകം ഒരുക്കുന്നതിനിടെ മരണപ്പെട്ട ബിജീഷ് നടി നമിത പ്രമോദിന്റെയും വിസ്മയ മോഹൻലാലിന്റെയും മേക്കപ്പ് ആർട്ടിസ്റ്റായിരുന്നു. ഇനി ഒരു തിരിച്ചുവരവില്ല. മരണം, മരണം, സർവത്ര മരണം. വിനോദയാത്ര പോയ സ്കൂൾ അധ്യാപകരുടെ മരണവാർത്തയിൽ നിന്ന് കേരളം മോചിതരാകും മുന്നേയാണ് ഇപ്പോൾ വെടിക്കെട്ട് അപകട വാർത്ത എത്തിയത്. ഈ അപകടത്തിൽ സിനിമയ്ക്കും നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. താരങ്ങളുടെ മുഖം മിനുക്കിയൊരുക്കാൻ ഇനി ബിജീഷ് വരില്ല. പൂരവെടിക്കെട്ടിന്റെ ഒരുക്കപ്പുരയിൽ അവനും മറ്റുള്ളവർക്കൊപ്പം എരിഞ്ഞടങ്ങി. 40 വയസ്സായിരുന്നു താരത്തിന്. നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായി ബിജീഷ് ജോലി ചെയ്ത വിവരം വിസ്മയത്തോടെയാണ് ജന്മനാട് കേട്ടത്. ചേർപ്പ് ചിറക്കൽ ഗ്രാമത്തിൽ സിനിമയുമായി ബന്ധമില്ലാത്ത വീട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഉയരങ്ങളിലേക്കെത്തുന്നത് നാട്ടുകാരെ ഏറെ സന്തോഷിപ്പിച്ചു. എന്നാൽ മുണ്ടത്തിക്കോട്ടെ വെടിക്കെട്ടുപുരയിൽ തീയണയുമ്പോൾ എരിഞ്ഞടങ്ങിയ സ്വപ്നങ്ങൾക്ക് മുൻപിൽ നാട് വിറങ്ങലിച്ചു നിൽക്കുന്നു. കഴിവും കഠിനാധ്വാനവും കൊണ്ട് മാത്രമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഭാവന, കാവ്യമാധവൻ, അനന്യ, നമിത പ്രമോദ് തുടങ്ങി ഒട്ടേറെ പേരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റാകാൻ ബിജീഷിന് കഴിഞ്ഞത്. നടി നമിത അനുസ്മരിക്കുന്നത് ഇങ്ങനെ: 8 വർഷത്തിലേറെ കാലം എന്റെ മുഖത്ത് ചായമിട്ട ബിജീഷ് എനിക്ക് സഹോദരൻ തന്നെയായിരുന്നു. ഒപ്പം ജോലി ചെയ്തിരുന്ന കാലമത്രയും സുരക്ഷിതത്വവും സന്തോഷവും പകരാൻ ബിജീഷ് ശ്രമിച്ചു. സത്യസന്ധതയും നിഷ്കളങ്കതയുമായിരുന്നു പ്രത്യേകതകൾ. തൃശൂർ പൂരത്തോടുള്ള ബിജീഷിന്റെ ഇഷ്ടം അറിയാവുന്നതിനാൽ ഇത്തരമൊരു വിടവാങ്ങൽ ഹൃദയത്തെ ഉലച്ചുകളഞ്ഞു എന്നാണ് നമിത പ്രമോദ് കുറിച്ചത്. ബിജീഷിന്റെ അധ്വാനം ആ മേഖലയിൽ മാത്രമായിരുന്നില്ല. ബൈക്ക് മെക്കാനിക്കായിട്ടായിരുന്നു തുടക്കം. പൂരപ്രേമിയായിരുന്ന ബിജീഷ് പ്രതിഫലം പ്രതീക്ഷിക്കാതെയാണ് വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണ ജോലികളിൽ സഹായിയായി പ്രവർത്തിച്ചിരുന്നത്. പൂരത്തിന്റെ വെടിക്കെട്ട് കരാറെടുത്തിരുന്ന മുണ്ടത്തിക്കോട് സതീഷിനൊപ്പം ഒട്ടേറെ ഉത്സവങ്ങളിൽ ബിജീഷ് ആകാശത്ത് ചമയവിസ്മയം ഒരുക്കിയിട്ടുണ്ട്. DNA പരിശോധനയിൽ തിരിച്ചറിഞ്ഞ മൃതദേഹം ഉച്ചയോടെ വീട്ടിലെത്തിച്ചു സംസ്കരിച്ചു. ചിറക്കൽ ഇഞ്ചമുടി വടക്കേപ്പുരയ്ക്കൽ പരേതനായ ബാലന്റെയും കാഞ്ചനയുടെയും മകനാണ്. സഹോദരങ്ങൾ ബാബു, ബീന, ബിജു, ബിനിൽ. ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.